പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷ പഠനത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളൊരുമിച്ച് വചനം പഠിക്കാൻ ദൈവം തന്നിരിക്കുന്ന വലിയ ഭാഗ്യം അത് തീർച്ചയായിട്ടും വലുതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. വചനം പഠിക്കാൻ നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന താല്പര്യത്തിനും സ്നേഹത്തിനും ഞാൻ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നന്ദി പറയുകയും ചെയ്യുന്നു. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലാണ്. വീണ്ടും ജനനത്തെക്കുറിച്ചും ആത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഈശോ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. നമുക്കൊരു നിമിഷം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ആരംഭിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനം. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. 9-ാമത്തെ തിരുവചനമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് നിക്കോദെമോസ് ചോദിച്ചു. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? നിക്കോദെമോസിൻ്റെ സംശയം വീണ്ടും മാറുന്നില്ല. അദ്ദേഹം ചോദിക്കുകയാണ്, ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? യേശു പറഞ്ഞു, നീ ഇസ്രായേലിൻ്റെ ഗുരുവല്ലേ, എന്നിട്ടും ഈ കാര്യങ്ങളൊന്നും ഞാൻ പറയുമ്പോൾ നിനക്ക് മനസ്സിലാകുന്നില്ലേ? വീണ്ടും മനസ്സിലാകാതെ വരുന്നൊരവസ്ഥ നിക്കോദെമോസിനുണ്ടാകുമ്പോൾ കർത്താവ് നിക്കോദെമോസിനെ ഒരർത്ഥത്തിൽ ശാസിക്കുകയാണ്. യു ആർ ദ ടീച്ചർ ഓഫ് ദ ലോ ആൻഡ് യു ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദീസ് തിങ്സ്. എന്തുകൊണ്ടാണ്? നിയമം അറിയാവുന്നത് കൊണ്ട്, പഴയ നിയമം അറിയാവുന്നത് കൊണ്ട് നിക്കോദെമോസിന് ഈശോ പറയുന്ന ഈ യാഥാർത്ഥ്യം അറിയണമെന്നുണ്ടോ? അതിൻ്റെ ഉത്തരം ഈശോ കൃത്യമായി പറയുന്നത് പഴയ നിയമത്തിൽ എസെക്കിയേൽ പ്രവാചകനിലൂടെയും യെശയ്യാ പ്രവാചകനിലൂടെയും ദൈവം ഇതെല്ലാം അരുളി ചെയ്തിട്ടുണ്ട്. എസെക്കിയേൽ നമ്മൾ വായിച്ചതാണ്. എസെക്കിയേലിൻ്റെ പുസ്തകം 36-ാം അധ്യായത്തിൽ 25 മുതൽ 27 വരെയുള്ള തിരുവചനത്തിൽ കൃത്യമായി ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയതാണ്. ഇതാ, ഞാൻ നിൻ്റെ മേൽ ശുദ്ധജലം തളിക്കും, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഞാൻ നിന്നെ ശുദ്ധീകരിക്കും, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. എസെക്കിയേൽ 36:25. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നവരിൽ ശ്രദ്ധയുള്ളവരുമാക്കും. അപ്പോൾ ഇത് കൃത്യമായി പഴയ നിയമത്തിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈശോ നിക്കോദെമോസിനോട് പറയുകയാണ്, നീ പഴയ നിയമം വായിച്ചിട്ടില്ലേ? നീ നിയമം അറിയാവുന്ന ഒരു ഗുരുവല്ലേ, എന്നിട്ടും നീ ഇത് മനസ്സിലാക്കാത്തതെന്താണ്? 10-ാമത്തെ വാക്യം യേശു പറഞ്ഞു, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ, എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു, കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു, എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത്രയും നേരം ഈശോ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ 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 എന്നാണ്. ഈശോ പറയുകയാണ്, ഞാനെന്നാണ് ഈശോ പറയുന്നത്. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. ഇതിനു മുമ്പ് ഈശോ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 3-ാമത്തെ വാക്യത്തിൽ സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു. 5-ാമത്തെ വാക്യത്തിൽ സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു. 7-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. എന്നാൽ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഞാൻ എന്നുള്ളിടത്ത് നിന്ന് ഈശോ ഞങ്ങൾ എന്നാണ് സംസാരിക്കുന്നത്. ഇത് സ്വാഭാവികമായും വായനക്കാർക്ക് സംശയമുണ്ടാക്കാവുന്ന കാര്യമാണ്. 3:11 10-ന്റെ 2-ാം ഭാഗത്ത് പറയുന്നത് ഞങ്ങൾ അറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു, കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു, എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല.
ഒന്നാമത്തേത് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് യേശു, രണ്ട് സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാനും യേശുവുമാണ് ഇപ്പോൾ സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് യൂദയായിലും ജെറുസലേമിലും ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ എന്ന സംജ്ഞയ്ക്ക് യേശുവും സ്നാപക യോഹന്നാനും എന്ന അർത്ഥമാണ് ആദ്യമായിട്ടുള്ളത്. രണ്ടാമതായിട്ട് യേശുവും സഭയും. യോഹന്നാനാണ് ഈ സുവിശേഷം എഴുതുന്നത്. യോഹന്നാൻ ഇത് എഴുതുമ്പോൾ യേശു സംസാരിക്കുന്നതായി യോഹന്നാൻ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ സഭ ഈ കാലഘട്ടത്തോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. യേശുവും സഭയും ഒന്നാണ്. അങ്ങനെ ഒന്നായ യേശുവും സഭയും ചേർന്ന യാഥാർത്ഥ്യത്തെയാണ് ഇവിടെ യോഹന്നാൻ ഞങ്ങൾ എന്ന് യേശുവിൻ്റെ അധരങ്ങളിലൂടെ പറയിപ്പിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളെന്ന് യേശു പറയുന്നതിനെ എഴുതുമ്പോൾ യോഹന്നാൻ നമ്മളോട് മനസ്സിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഈ ഞങ്ങളെന്ന് പറഞ്ഞാൽ യേശുവും സഭയും. അപ്പോൾ അതാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ എന്ന ആ സംബോധനയിൽ നിന്ന് ഞങ്ങൾ എന്ന സംബോധനയിലേക്ക് അത് മാറുകയാണ്. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു, കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു, എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല. ഈശോ പറയുകയാണ്, ഇത് നീ കണ്ടിട്ടില്ല, എന്നാൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ഇത് കണ്ടിട്ടുണ്ട്. യോഹന്നാന് സ്വർഗീയ കാര്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആളാണ്. ഞങ്ങൾ കണ്ടതിനെ പറ്റിയാണ്, ഞങ്ങൾക്ക് തിരിച്ചറിവുള്ളതിനെക്കുറിച്ചും ബോധ്യമുള്ളതിനെക്കുറിച്ചും ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ളതിനെക്കുറിച്ചുമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് വിശ്വാസയോഗ്യമാണ് എന്നർത്ഥമാണ് ഈ വചനത്തിനുള്ളത്. 12-ാമത്തെ വാക്യം, ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ ഈശോ പറയുകയാണ്, ഭൗമിക കാര്യങ്ങൾ, സ്വർഗീയ കാര്യങ്ങൾ. ഇത്രയും നേരം ഞാൻ നിന്നോട് പറഞ്ഞത്, ഇത്രയും നേരം ഈശോ നിക്കോദെമോസിനോട് പറഞ്ഞതിനെക്കുറിച്ച് ഈശോ അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് ഭൗമിക കാര്യങ്ങൾ എന്നാണ്. അത് നമുക്ക് സംശയം ഉളവാക്കാം. ഇത്രയും നേരം ഈശോ പറഞ്ഞത് സ്വർഗീയ കാര്യങ്ങളല്ലേ, എന്നിട്ട് അതിനെക്കുറിച്ച് ഭൗമിക കാര്യങ്ങൾ എന്ന് ഈശോ പറയുന്നത് എന്തുകൊണ്ടാണ്? ഭൗമിക കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ നിനക്ക് എങ്ങനെ മനസ്സിലാവും? ഭൗമിക കാര്യങ്ങളെന്ന് ഈശോ ഈ വീണ്ടും ജനനത്തെക്കുറിച്ചും ആത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെ പരാമർശിക്കുന്നതിൻ്റെ കാരണം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന സൂചന വെച്ചുകൊണ്ടാണ്, എന്ന സൂചനയിലാണ്. ഭൗമിക കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് ഈശോ പറയാൻ കാരണം ഇത് കുറെ കൂടി എളുപ്പത്തിൽ ഈശോ വെളിപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചത്. അതാണ് ഭൗമിക കാര്യങ്ങൾ എന്ന് ഉദ്ദേശിച്ചതിൻ്റെ ഒരർത്ഥം. രണ്ടാമത്തേത്, ഇപ്പോൾ ഈശോ പറഞ്ഞതൊക്കെ, ഈ വീണ്ടും ജനനം, ആത്മാവ് ഒരു വ്യക്തിയുടെ ആത്മാവിൽ പ്രവർത്തിക്കുന്ന, ഒരു വ്യക്തിയിൽ ആത്മാവ് പ്രവർത്തിക്കുന്ന സാഹചര്യം, ഇതെല്ലാം തന്നെ ഈ ഭൂമിയിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ പരിധിക്കകത്ത് ഒരു ആത്മാവിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അതിനെ ഭൗമിക കാര്യങ്ങൾ, അതായത് അത് ഒരു എർത്ത്ലി സർക്കംഫറൻസിനകത്ത് ഒരു 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 ഭൗമിക പരിധിക്കകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അതിനെ ഭൗമിക കാര്യങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ ഭൂമിയിൽ വെച്ച് നടക്കേണ്ട കാര്യങ്ങളാണ്. സ്വർഗീയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിച്ച് ആർ മോർ മിസ്റ്റീരിയസ്, കുറെ കൂടി നിഗൂഢമായവ. ഉദാഹരണത്തിന് ഈശോ മിശിഹ കുരിശിൽ മരിക്കുന്നത് ലോകത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് എന്ന കുറെ കൂടി മിസ്റ്റീരിയസ് ആയ, ദ റിയാലിറ്റീസ് വിച്ച് ഇവേഡ് ഹ്യൂമൻ ഇൻ്റലിജൻസ്, ഹ്യൂമൻ കോൺഷ്യസ്നെസ്, ഹ്യൂമൻ കാറ്റഗറീസ്, അതായത് കുറെ കൂടി നിഗൂഢമായവ, മിസ്റ്റീരിയസ് ആയവ, മനുഷ്യൻ്റെ കാറ്റഗറികൾക്ക് ഒതുക്കാൻ പറ്റാത്ത കുറെ കൂടി മിസ്റ്റീരിയസ് ആയ കാര്യങ്ങൾ ഇനി ഈശോ വെളിപ്പെടുത്താൻ പോവുകയാണ്. അങ്ങനെ ഈശോ അത് വെളിപ്പെടുത്തുമ്പോൾ നിനക്ക് എങ്ങനെ മനസ്സിലാവും? ഇപ്പോൾ താരതമ്യേന എളുപ്പമുള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ കുറെ കൂടി ഗൗരവമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. സ്വർഗീയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറെ കൂടി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഇതിനെ ഒന്ന് ബന്ധപ്പെടുത്താൻ പഴയ നിയമത്തിലെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. പഴയ നിയമത്തിലെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ
13 മുതൽ 18 വരെ വാക്യങ്ങളിലേക്ക് പോകണം. അത് അവിടേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ആ താഴത്തെ ഒരു വചനം കൂടി വായിച്ചിട്ട് പോകണം. ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? 13-ാമത്തെ വാക്യം, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെയും സ്വർഗത്തിൽ കയറിയിട്ടില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ല. എന്തുകൊണ്ടാണ് അതിപ്പോൾ പറയുന്നത്? സ്വർഗീയ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തുമ്പോൾ നീ എങ്ങനെ വിശ്വസിക്കും? സ്വർഗീയ കാര്യങ്ങൾ വെളിപ്പെടുത്താനുള്ള യേശുവിൻ്റെ ആധികാരികത എന്താണ്? യേശു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ദൈവപുത്രനാണ് എന്നുള്ളതാണ്. നമുക്കൊരല്പസമയം ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അതായത് എന്താണ് യേശുവിൻ്റെ അനന്യത? യേശുവിൻ്റെ അനന്യതയുടെ 1000 കാരണങ്ങളിൽ ഒരു കാരണം, ഈശോ ദൈവപുത്രനും ദൈവമായിരുന്ന അവസ്ഥയിൽ നിന്ന് തന്നെ ശൂന്യനാക്കി മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചവനുമായിരുന്നത് കൊണ്ട് ഈശോ സ്വർഗത്തിൽ നിന്നും വന്നവനാണ്. ബാക്കി എല്ലാ മത നേതാക്കന്മാരും ഈ ഭൂമിയിൽ നിന്ന് വന്നവരാണ്. എന്നാൽ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഒരേ ഒരു ദൈവം മനുഷ്യനായി തീർന്ന യേശുക്രിസ്തു മാത്രമാണ് സ്വർഗത്തിൽ നിന്ന് വന്ന് ഭൂമിയിൽ ജീവിച്ചവൻ. അതുകൊണ്ട് സ്വർഗീയ കാര്യങ്ങളെ, സ്വർഗത്തിലെ കാര്യങ്ങളെ പറഞ്ഞു തരാൻ ഏറ്റവും ആധികാരികതയുള്ളത് യേശുവിന് മാത്രമാണ്. അതുകൊണ്ടാണ് നാം യേശുവിൽ വിശ്വസിക്കുന്നത്. ഈശോയുടെ ഏറ്റവും ഉത്കൃഷ്ടമായ ക്ലെയിമുകളിലൊന്നായിരുന്നു, മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ്റെ ഈ ഭൂമിയോട് നടത്തിയ ഏറ്റവും വലിയ അവകാശവാദങ്ങളിലൊന്നായിരുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്നും വന്നവനാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെയും സ്വർഗത്തിൽ കയറിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ പിതാവുമായി ഗാഢബന്ധം പുലർത്തിയ ഏകജാതനായ യേശുവാണ് ദൈവത്തെ വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് യേശു വെളിപ്പെടുത്തിയതെല്ലാം 100% മാനവരാശിക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് ആ സ്വർഗീയ കാര്യം നമുക്ക് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലേക്ക് പോകാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, 13 മുതലുള്ള വാക്യങ്ങൾ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ. കാരണം ദൈവശാസനങ്ങൾ ആർക്ക് ഗ്രഹിക്കാൻ കഴിയും? കർത്താവിൻ്റെ ഹിതം തിരിച്ചറിയാൻ ആർക്ക് കഴിയും? മർത്യരുടെ ആലോചന നിസാരമാണ്, ഞങ്ങളുടെ പദ്ധതികൾ പരാജയപ്പെടാം. നശ്വര ശരീരം ആത്മാവിന് ദുർവഹമാണ്, ഈ കളിമൺ കൂടാരം ചിന്താശീലമുള്ള മനസ്സിനെ ഞെരുക്കുന്നു. ഭൂമിയിലെ കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം, അടുത്തുള്ളതുപോലും അധ്വാനിച്ചു വേണം കണ്ടെത്താൻ. പിന്നെ ആകാശത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്ക് കഴിയും? അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി, അങ്ങേക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു, അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. ഭൂമിയിലെ കാര്യങ്ങൾ, 16-ാമത്തെ വാക്യം, ഭൂമിയിലെ കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം, അടുത്തുള്ളതുപോലും അധ്വാനിച്ച് വേണം കണ്ടെത്താൻ. അങ്ങനെയാണെങ്കിൽ ആകാശത്തിലെ സ്വർഗത്തിലെ കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്ക് കഴിയും? സ്വർഗീയ കാര്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടണം, അത് കണ്ടെത്താൻ കഴിയില്ല. അതാണ് ഇവിടെ ഈശോ പറയുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം, സുഭാഷിതങ്ങൾ 30-ാം അധ്യായം 1 മുതൽ 5 വരെ തിരുവചനം ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ വായിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം 1 മുതൽ 5 വരെ. വളരെ 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 പ്രധാനപ്പെട്ട ഒരു പഴയനിയമ ഭാഗമാണ്. വളരെ ശ്രദ്ധയോടെ നാം വായിക്കുകയും വീണ്ടും വീണ്ടും വായിക്കുകയും ചെയ്യേണ്ട ഒരു വചനഭാഗമാണിത്. ആദ്യത്തെ 5 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സുഭാഷിതങ്ങൾ, പ്രോവേർബ്സ് 30. മാസായിലെ യാക്കയുടെ മകനായ ആഗൂറിൻ്റെ വാക്കുകൾ. അവൻ ഇഥിയേലിനോടും യുക്കാളിനോടും പറയുന്നു, മനുഷ്യനെന്ന് കരുതാനാവാത്ത മൂഢനാണ് ഞാൻ. മനുഷ്യൻ്റെ ബുദ്ധിശക്തി എനിക്കില്ല. ഞാൻ ജ്ഞാനം അഭ്യസിച്ചിട്ടില്ല. പരിശുദ്ധനെക്കുറിച്ചുള്ള അറിവും എനിക്കില്ല. സ്വർഗത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്തത് ആര്? വളരെ സൂക്ഷ്മതയോടെ വായിക്കുക. സ്വർഗത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്തത് ആര്? കാറ്റിനെ മുഷ്ടി കൊണ്ട് ഒതുക്കുന്നത് ആര്?
സമുദ്രങ്ങളെ വസ്ത്രത്തിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്നത് ആര്? ഭൂമിയുടെ അതിരുകൾ ഉറപ്പിച്ചതാര്? അവൻ്റെ പേരെന്ത്? അവൻ്റെ പുത്രൻ്റെ പേരെന്ത്? തീർച്ചയായും നിനക്ക് അറിയാമല്ലോ. ഈ പഴയ നിയമത്തിലെ ചില വെളിപ്പെടുത്തലുകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇവിടെ പറയുകയാണ്, സ്വർഗത്തിലേക്ക് കയറുകയും, പരിശുദ്ധനെ കുറിച്ചുള്ള അറിവ്, സ്വർഗത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്തതാര്? കാറ്റിനെ മുഷ്ടിയിൽ ഒതുക്കുന്നതാര്? ഇത് പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ്. സമുദ്രത്തെ വസ്ത്രത്തിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്നത് ആര്? ഭൂമിയുടെ അതിരുകൾ ഉറപ്പിച്ചത് ആര്? അവൻ്റെ പേരെന്ത്? അവൻ്റെ പുത്രൻ്റെ പേരെന്ത്? അവൻ്റെ പേരെന്ത്? അവൻ്റെ പുത്രൻ്റെ പേരെന്ത്? തീർച്ചയായും നിനക്ക് അറിയാമല്ലോ. ദൈവത്തിൻ്റെ ഓരോ വാക്കും, 5-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ ഓരോ വാക്കും സത്യമെന്ന് തെളിയുന്നു. ദൈവത്തിൻ്റെ ഓരോ വാക്കും സത്യമെന്ന് തെളിയുന്നു. തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ്. അവിടുത്തെ വാക്കുകളോട് ഒന്നും കൂട്ടിച്ചേർക്കരുത്. അങ്ങനെ ചെയ്താൽ അവിടുന്ന് നിന്നെ കുറ്റപ്പെടുത്തുകയും നീ നുണയനാവുകയും ചെയ്യും. അതായത് ഇത് വെളിപ്പെടുത്തി കിട്ടണം. ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനെക്കുറിച്ച് വെളിപ്പെടുത്തി കിട്ടണം. അല്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടണം. പൗലോസ് പറയുന്നുണ്ട്, ഗലാത്യ ലേഖനത്തിൽ പറയും, ഇതൊന്നും ആരും എന്നെ പഠിപ്പിച്ചതല്ല, ഒരു വെളിപാട് വഴിയാണ് ഇത് എനിക്ക് പഠിക്കാൻ പറ്റിയത്. പത്രോസ് ഈശോ പറയും, യോനായുടെ പുത്രനായ ശിമയോനെ, മാംസരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തരുന്നത്. അപ്പം നമുക്കതുകൊണ്ട് സ്വർഗീയ കാര്യങ്ങൾ നിക്കോദെമോസിനെ പോലെ മനസ്സിലാക്കാൻ പറ്റാതെ നമ്മൾ നിൽക്കുമ്പോൾ, നിങ്ങൾക്ക് ഈ യോഹന്നാൻ വിവരിക്കുന്ന എന്തെങ്കിലും ആശയങ്ങളോ തത്വങ്ങളോ യാഥാർത്ഥ്യങ്ങളോ ഉപദേശങ്ങളോ മനസ്സിലാകാതിരിക്കുമ്പോൾ നാം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ: കർത്താവേ, ഇത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, ബുദ്ധിയില്ലാത്ത ഒരാളാണ് ഞാനെന്ന് ഈ ആഗൂർ പറഞ്ഞതുപോലെ, സുഭാഷിതങ്ങളിൽ ആഗൂർ പറഞ്ഞതുപോലെ, കർത്താവേ, എനിക്കിത് മനസ്സിലാക്കാൻ ബുദ്ധിയില്ല, എനിക്ക് ഇത് നീ പറഞ്ഞു തരണം, വെളിപ്പെടുത്തി തരണം. വെളിപാട്. യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ എഴുതുന്നുണ്ട്, ആരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല, ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഹെബ്രായർ 8 പറയുന്നുണ്ട്, പുതിയ ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ച് ആരും അവരെ പഠിപ്പിക്കേണ്ടതില്ല, മറിച്ച് കർത്താവ് തന്നെ, ദൈവം തന്നെ അവരെ പഠിപ്പിക്കും. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതുമായ ആ മനുഷ്യപുത്രനായ യേശുവാണ് ഇത് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് പറയുകയാണ്, ഭൗമിക കാര്യങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം, ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെയും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഇനി ഒരു സ്വർഗീയ കാര്യം ഈശോ വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇത്രയും നേരം ഭൗമിക കാര്യം പറഞ്ഞിട്ട് നിക്കോദെമോസിന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈശോ ചോദിക്കുകയാണ്, നിനക്ക് സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് ഒരു സ്വർഗീയ കാര്യം, ഒരു നിഗൂഢമായ സത്യം ഈശോ വെളിപ്പെടുത്താൻ പോവുകയാണ്. അതാണ് 14-ാമത്തെ വാക്യം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അതായത് ഈ ഉയർത്തപ്പെടുക എന്ന് പറയുന്ന വാക്ക്, ഉയർത്തപ്പെടുക, 3 തവണ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ഇത് ആവർത്തിക്കുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം ആ വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 14 ഒന്നാമത്തെ റെഫറൻസ്, ഉയർത്തപ്പെടുക. അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ആ ഭാഗങ്ങളൊന്നും എടുക്കാം. യോഹന്നാൻ 3:14 ആദ്യത്തെ റെഫറൻസ്, ഉയർത്തപ്പെടുക, മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഇനി 8:28, അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെ എന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നെന്നും നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ എന്നെ ഉയർത്തിക്കഴിയുമ്പോൾ, വെൻ യു ലിഫ്റ്റ് മീ അപ്പ്. 3-ാം അധ്യായത്തിൽ 14 പറഞ്ഞത് വെൻ ദ സൺ ഓഫ് മാൻ ഈസ് ലിഫ്റ്റഡ് അപ്പ്. ഇവിടെ പറയുകയാണ് വെൻ യു ലിഫ്റ്റ് മീ അപ്പ്. ഇനി മറ്റൊന്ന് 12-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം.
12:32, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. എന്താണ് ഇവിടെ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥം? യോഹന്നാന് 3:14 പറയുന്ന ഉയർത്തപ്പെടൽ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഉയർത്തപ്പെടൽ? അത് യേശുവിൻ്റെ മരണ, ഉത്ഥാന, സ്വർഗാരോഹണ സംഭവങ്ങളാണ്. ഉയർത്തപ്പെടുക എന്ന് ഉദ്ദേശിക്കുന്നത് യേശുവിൻ്റെ പീഡാനുഭവം, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം. ഇതാണ് ഉയർത്തപ്പെടൽ. യേശുവിൻ്റെ കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, ഇതിനകത്തെല്ലാം ഒരു ഉയർത്തപ്പെടലുണ്ട്. കാൽവരി മലയിൽ കുരിശിൽ ഉയർത്തപ്പെടുന്നു, അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉയർത്തപ്പെടുന്നു, അതുപോലെ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. അപ്പോൾ അതാണ് ഉയർത്തപ്പെടൽ. അപ്പോൾ യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ ഉത്ഥാനം, യേശുവിൻ്റെ സ്വർഗാരോഹണം ഇതിനെ ഉപമിക്കാനായി, ഇതിൻ്റെ സാങ്കത്യത്തെയും പ്രസക്തിയെയും ദൂരവ്യാപകമായ സ്വർഗീയ ഫലങ്ങളെയും ഉദാഹരിക്കാനായി പഴയ നിയമത്തിൽ നിന്ന് ഈശോ ഒരു ഉദാഹരണം എടുക്കുകയാണ്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഒരല്പം കൂടുതൽ സമയമെടുത്ത് നമ്മൾ വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ് പിച്ചള സർപ്പത്തെ ഉയർത്തിയ സംഭവവും യേശുവിൻ്റെ ഉയർത്തപ്പെടലും. നമുക്കത് തൊട്ടടുത്ത എപ്പിസോഡിൽ കാണാനായിട്ട് പരിശ്രമിക്കാം. ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ വചനം കേട്ടതിൻ്റെ വെളിച്ചത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും തന്നെ കർത്താവ് ഈശോ മിശിഹായുടെ വെളിപാടിന് വേണ്ടി ആഗ്രഹിക്കണം. എഫേസോസ് ലേഖനം 1-ാം 17 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഈശോ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കർത്താവിനോട് നമുക്ക് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാം, കർത്താവെ എനിക്ക് സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരണമേ. യോഹന്നാൻ പഠിക്കുമ്പോൾ നമുക്ക് ഈ വെളിപാട്, ജ്ഞാനവും വെളിപാടും വളരെയധികം അത്യാവശ്യമായിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു നിമിഷം നിങ്ങളെ സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ രോഗം, തകർച്ച, ഭാരം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിമത്തങ്ങൾ, നിങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന മനപ്രയാസങ്ങൾ, നിങ്ങളുടെ കുടുംബം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട്, നിങ്ങളുടെ കുടുംബം കടന്നു പോകുന്ന ദുഃഖവും ദുരന്തവും ദാരിദ്ര്യവും രോഗപീഠകളുമെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. സർവ്വശക്തനായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഈ മക്കളെ വചനം കേട്ടുകൊണ്ടിരുന്നവരെ, വചനം പഠിച്ചുകൊണ്ടിരുന്നവരെ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബത്തിൻ്റെ മേലും ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വിമോചനങ്ങളും ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചന പഠന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്ന ഓരോ മകനും മകളും അനുഗ്രഹിക്കപ്പെടുവാനും ദൈവശക്തിയാൽ നിറയാനും ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ഭൂമിയുടെ ദുഃഖങ്ങളെ അതിജീവിക്കാനും ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങ് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവായ യേശുവിൻ്റെ വിലയേറിയ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.